ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി റിപ്പോർട്ടർ ചാനൽ മുക്കത്തെത്തിയിരിക്കുകയാണ്. റിപ്പോർട്ടർ ചാനൽ കേരളം മൊത്തം തന്നെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായിട്ട് മുൻപോട്ട് പോകാനുള്ള ഒരു യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ സന്നദ്ധ സംഘടനകളും എല്ലാ നാട്ടുകാരും തന്നെ ഒന്നടങ്കം സപ്പോർട്ടാണ് ഇതിനുള്ളത്. നമുക്ക് ഒരുമിച്ച് പോരാടിയേ പറ്റൂ. നമ്മുടെ നാടിന്റെ നന്മക്കായി നമുക്ക് ഒരുമിച്ച് പോരാടിയേ പറ്റൂ. ലഹരി എന്ന മഹാഭീഷണിയെ ഒന്നിച്ചു തീർക്കാം. റിപ്പോർട്ടർ ടിവിയുടെ യജ്ഞത്തിൽ പങ്കുചേർന്ന നമുക്ക് ലക്ഷ്യത്തോടെ ലഹരിയില്ലാതെ കേരളം ലഹരി എന്ന സാമൂഹിക വിപത്തിനെതിരെ റിപ്പോർട്ടർ ടിവി നയിക്കുന്ന ഒരു നാട്ടിലേക്ക് മഞ്ചേരിയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള മഹാവാഹന റാലിയിൽ നിങ്ങൾക്കും പങ്കാളികൾ. ലഹരിക്കെതിരെയുള്ള ഈ ക്യാമ്പയിനിൽ നമുക്കും ഒരുമിച്ച് പോരാടാം. നമ്മുടെ നാടിനെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു തരം ക്യാൻസർ തന്നെയാണെന്ന് വേണം പറയാൻ. നമ്മളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും, നമ്മളാരും ഇത് ഉപയോഗിക്കുന്നുണ്ടല്ലോ, നമ്മളുടെ മക്കളോ അല്ലെങ്കിൽ അനിയന്മാരോ നമ്മളെ കുടുംബക്കാരൊന്നും ഉപയോഗിക്കുന്നില്ലെന്ന് ഒരു വിശ്വാസത്തിലായിരിക്കും നാമൊക്കെ. എൻ്റെ മുക്കം സന്നദ്ധ സേന മുക്കത്തേക്ക് കടന്നു വന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ ടീമിനെ സ്വാഗതം ചെയ്യുകയാണ്. ഇതുപോലെ ലഹരിക്കെതിരെ മുന്നോട്ട് വരുന്ന ആരുടെ കൂടെയും എൻ്റെ മുക്കം സന്നദ്ധ സേനയും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളും നാട്ടുകാരും എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് ഉറച്ച വിശ്വാസവും നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാടിനെ ഇതിൽ നിന്നും വിമുക്തമാക്കേണ്ടതുമുണ്ട്. ഇനിയും നമ്മൾ ഒരുമിച്ച് പോരാടിയില്ലെങ്കിൽ നമ്മുടെ നാട് വൻ വിപത്തിലേക്കാവുമെന്നുള്ളതിൽ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലും അല്ലെങ്കിൽ കഴിഞ്ഞ ഈ മാസങ്ങൾക്കുള്ളിലായിട്ടുള്ള സംഭവ വികാസങ്ങൾ നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. നിരോധിത MDMA, കഞ്ചാവ് പോലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതോ കൈവശം വെക്കുന്നതോ നമ്മളെ അനിയന്മാരോ നമ്മളെ കുടുംബക്കാരോ നമ്മളെ കുട്ടികളോ അങ്ങനെ പിടിക്കപ്പെട്ടാലുള്ള അവസ്ഥയും നമുക്കറിയാം. ഈ നമ്മുടെ ജീവിതം കുറച്ച് സമയങ്ങൾ മാത്രമേ ഈ ലോകത്തുണ്ടാവുള്ളൂ. അത് ജയിലിലെ അറകൾക്കുള്ളിൽ അകപ്പെട്ടു പോയിട്ട് അവരെ രക്ഷപ്പെടുത്താനുള്ള നെട്ടോട്ടം ഓടുന്ന പല കുടുംബങ്ങളും നമ്മുടെ മുന്നിലുണ്ടാവും. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട കുട്ടികൾ നമ്മുടേതാവരുത്. അതിനുവേണ്ടി കൂടിയാണ് ഈ ഒരു പ്രയത്നം. ഈ ഒരു പ്രയത്നം കൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികൾ ഇതിന് അഡിക്റ്റ് ആവുന്നതിന് പുറമെ നമ്മുടെ കുട്ടികൾ ഇതുപോലെ കേസുകളിൽ അകപ്പെടുന്നതിൽ നിന്നും രക്ഷ നേടാം. നമ്മുടെ നിയമങ്ങളുടെ പോരായ്മകൾ, പഴുതുകൾ എല്ലാം തന്നെ ഇതിൻ്റെ ലഹരി മാഫിയക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവർ എത്രത്തോളം വ്യാപകമായിട്ട് ഈ നാട്ടിൽ വേര് പിടിച്ചു എന്നുള്ളതും നമുക്ക് ആലോചിച്ചാൽ അറിയാം. അങ്ങനെയെല്ലാം വേരുകൾ പിഴുതെറിയണമെങ്കിൽ നമ്മുടെ ഭരണകൂടം ഇനി നമ്മുടെ നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അത് പ്രായോഗികമാണോ എന്താണെന്നുള്ളത് അറിയില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ എല്ലാ നിയമപാലകരും യോജിച്ച് പ്രവർത്തിക്കേണ്ട സംഭവം തന്നെയാണ്. ഇതെല്ലാം നമുക്ക് വരും കാലങ്ങളിൽ മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, മദ്യവും ലഹരി തന്നെയാണ്. പക്ഷേ മദ്യം വിൽക്കാനും അത് ഉപയോഗിക്കാനും ഇന്ന് നമുക്ക് സാധിക്കും. നമ്മുടെ നിയമത്തിന് അതിന് തടസ്സമില്ല. പക്ഷേ മദ്യം ഓവറായി ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ തകരുന്നുണ്ട്. അതിനെല്ലാം പെട്ടെന്നൊരു പരിഹാരമാവില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന MDMA പോലെ രാസവസ്തുക്കൾ, രാസലഹരികൾ നിന്നുള്ള ഉപയോഗം പൂർണ്ണമായി ഇല്ലാതാക്കാൻ നമുക്ക് ഒരുമിച്ച് പോരാടാം. ഒരുമിച്ച് പോരാടം ഉറപ്പായിട്ടും. ലഹരിയും വേണ്ട. മുക്കത്തെ ഈ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം അവർ ഓമശ്ശേരിയിലേക്കാണ് പുറപ്പെട്ടത്. ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലേക്കും അവർ എത്തിപ്പെടുന്നുണ്ട്. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തേ പറ്റൂ. എന്ത് റീച്ചിൻ്റെ പേര് പറഞ്ഞാലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാവണം. ഒരുപക്ഷെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഇതോടുകൂടെ എല്ലാവരും പോയി ഇതെല്ലാം മറന്നു പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. മുക്കത്തെ ഒരു പ്രോഗ്രാമിലേക്ക് തന്നെ ഒരു ഉമ്മ കയറി വന്നിട്ട് മകൻ്റെ കാര്യം പറഞ്ഞതൊക്കെ പലരും പല അഭിപ്രായങ്ങളിൽ എടുക്കുന്നുണ്ട്. അതങ്ങനെ പറയേണ്ടിയില്ലായിരുന്നില്ല. പക്ഷെ ഒരാളെങ്കിലും മുന്നോട്ട് വരുമ്പോൾ അതിന് പരിഹാരവും കാണുമ്പം മറ്റുള്ളവരും ഉള്ളിലൊതുക്കിയിരിക്കുന്ന മറ്റ് പല ഉമ്മമാരും ഇതുപോലെ പുറത്തോട്ട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും. നമുക്ക് പറഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, നമ്മുടെ സമൂഹത്തിന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ ഉമ്മ മുക്കത്ത് വന്ന ഈ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെ മുക്കത്തിൻ്റെ എല്ലാ സന്നദ്ധ പ്രവർത്തകരും ഒരുവിധം ആളുകളെല്ലാം തന്നെ അത് ഏറ്റെടുത്തു. അതിന് വേണ്ട പരിഹാരവും കണ്ടെത്താമെന്നുള്ളത് നിലവിൽ എല്ലാവരും തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അവർക്ക് വേണ്ട ചികിത്സകളാണ് വേണ്ടത്. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവരെ പൊതുസമൂഹത്തിന് ആവശ്യമുള്ളവരാണ്.